പുറത്തുകൂടിയുള്ള സ്പർശനം ലൈംഗിക പീഡനമല്ല എന്ന വിധിക്കെതിരെ സംസ്ഥാനത്ത് വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ വൈദ്യുതിക്ക് അധിക നിരക്ക് ഈടാക്കിയേക്കും. ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നും നയപരമായ തീരുമാനം വേണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. എന്നാൽ 10% നിരക്ക് കൂട്ടുമെന്ന വാർത്ത അനവസരത്തിലുള്ളതാണെന്നും മന്ത്രി പ്രതികരിച്ചു. ഈ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം ബോർഡിന് ഉണ്ടോ എന്താണ്? ഇല്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഊഹാപോഹമാണത്. റെഗുലേറ്ററി കമ്മീഷനിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് കവിഞ്ഞ് വേറെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പീക്ക് അവറിൽ മാത്രമായിട്ട് ചെറിയ പറഞ്ഞു കൊടുക്കുന്ന ആലോചനയിലുണ്ട്. തീരുമാനം ഒന്നായിട്ടില്ല. അത് നയപരമായ തീരുമാനം മുഖ്യമന്ത്രിയായിട്ടും മന്ത്രിമാരായിട്ടൊക്കെ ആലോചിച്ച ശേഷമേ തീരുമാനിക്കും. ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, രാവിലെ മുതൽ പറക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു വൈദ്യുതി ചാർജ് കൂട്ടുന്നു. ഏതായാലും 10% കൂട്ടുന്നു എന്ന കാര്യമില്ല എന്ന് മന്ത്രി ഉറപ്പിച്ച് പറയുന്നു അല്ലേ? മറ്റ് ചില സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. 10% ചാർജ് വർധനവ് എന്നുള്ളത് നിലവിലില്ല. പക്ഷേ പീക്ക് അവർ, അതായത് ഗാർഹിക വൈദ്യുതി ഉപഭോഗം ഏറ്റവും കൂടുതലുള്ള സമയമാണ് വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയുള്ള സമയം. ഈ സമയത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാണ് ഇപ്പോൾ എല്ലാ വൈദ്യുതി കൃത്യമായി മുടങ്ങാതെ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പൈസയ്ക്ക്, അതായത് നിലവിൽ മന്ത്രി പറഞ്ഞത് പ്രകാരം 18 മുതൽ 20 രൂപ വരെ നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചാർജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അനാവശ്യ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനാകും എന്നാണ് മന്ത്രി പറയുന്നത്. അത്തരത്തിൽ പകൽ സമയത്ത് ചെയ്യാനാകുന്ന മറ്റു ജോലികൾ, പ്രത്യേകിച്ച് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക, മോട്ടോർ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം ഉപഭോഗം ഈ പീക്ക് അവറിൽ കുറച്ചു വരുത്താൻ ഈ വൈദ്യുതി വർധനവിലൂടെ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് മന്ത്രി വെക്കുന്നത്. എന്തായാലും റെഗുലേറ്ററി കമ്മീഷൻ KSEBയോട് നിരക്ക് വർധനവ് സംബന്ധിച്ചുള്ള അതെങ്ങനെയാണ് ഉമേഷ് നിലവിൽ ആലോചന? എങ്ങനെയാണ് ഈ പീക്ക് അവറിൽ പുതിയ സ്ലാബ് ആയിരിക്കുമോ? എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ? പീക്ക് അവറിൽ കൂടിയ നിരക്കായിരിക്കും ഈടാക്കുന്നത്. എന്തായാലും നിലവിൽ എത്ര ശതമാനം വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പക്ഷേ എന്തായാലും കൂടിയ നിരക്കായിരിക്കും. അത് ഓരോ സ്ലാബിലും, അതായത് ഗാർഹിക ഉപഭോഗം 3 ഫേസ് ആണെങ്കിൽ എത്ര യൂണിറ്റ് വർദ്ധിപ്പിക്കണം, കൂടാതെ മറ്റ് വ്യവസായ ആവശ്യങ്ങൾക്കാണെങ്കിൽ എത്ര യൂണിറ്റ് വർദ്ധിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തുടർ ചർച്ചകൾ ഇനി വലിയ രീതിയിൽ നടക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി ഇപ്പോൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KSEBയോട് നിരക്ക് പെറ്റീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡിസംബർ 31 മുൻപ് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഡിസംബർ 31 മുൻപ് നിരക്ക് പെറ്റീഷൻ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾക്കെല്ലാം, അതായത് എത്ര വർദ്ധിപ്പിക്കണം, ഏതെല്ലാം സ്ലാബ് ഏതെല്ലാം രീതിയിൽ വർദ്ധിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാകും. തീരുമാനം ഉണ്ടായാൽ ഇത് നടപ്പാക്കണമെങ്കിൽ മറ്റൊരു കടമ്പ കൂടിയുണ്ട്. കാരണം ഡിജിറ്റൽ മീറ്റർ എല്ലാ സ്ഥലങ്ങളിലും എത്തണം. ഇപ്പോൾ ഡിജിറ്റൽ മീറ്റർ പൂർണ്ണമായി എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മീറ്റർ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിക്കുക എന്നുള്ളതും ഈ ഇത്തരത്തിൽ ഈ പീക്ക് അവറിൽ മാത്രം വൈദ്യുതി വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശവും KSEB അധികൃതർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഡിജിറ്റൽ മീറ്ററിലൂടെ മാത്രമേ 6 മണി മുതൽ 10 മണി വരെ ഒരു വീട്ടിലെത്തി മീറ്റർ പരിശോധിക്കുന്ന ഒരാൾക്ക് 6 മണി മുതൽ 10 മണി വരെ എത്ര വൈദ്യുതി ഉപയോഗിച്ചു എന്ന് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ മീറ്റർ വേണം. അതിനുവേണ്ടിയാണ് ഡിജിറ്റൽ മീറ്ററിന്റെ ഇൻസ്റ്റലേഷൻ എത്രയും വേഗത്തിലാക്കാനുള്ള നിർദ്ദേശവും നൽകുന്നത്. എന്തായാലും വൈദ്യുതി ചാർജ് വർധനവ് വരും, അതിൽ സംശയമില്ല. പക്ഷേ ഈ രീതിയിലായിരിക്കും വരാൻ സാധ്യത. പൂർണ്ണമായ ഒരു വർധനവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ മറ്റൊരു ശുപാർശ വെച്ചിരുന്നു. അതായത് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി, അതായത് ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് വ്യത്യസ്ത നിരക്ക്, സോളറിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് വ്യത്യസ്ത നിരക്ക് തുടങ്ങി രീതിയിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്നുള്ള ശുപാർശ വെച്ചിരുന്നു. പക്ഷെ അത് പ്രായോഗികമല്ല എന്നാണ് മന്ത്രി പറയുന്നത്. അത്തരമൊരു ശുപാർശ, റെഗുലേറ്ററി കമ്മീഷൻ ശുപാർശ KSEB തള്ളിയിട്ടുമുണ്ട്. അപ്പൊ ഈ പീക്ക് അവറിലെ വർധന എത്ര ശതമാനം എന്ന് അറിഞ്ഞാൽ മാത്രമേ സാധാരണക്കാർക്ക് എത്ര ആഘാതം ഉണ്ടാവും നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? തീർച്ചയായും. എന്തായാലും ഡിസംബർ 31 മുൻപ് ഇത് സംബന്ധിച്ച പെറ്റീഷൻ, നിരക്ക് വർധന പെറ്റീഷൻ റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ KSEB സമർപ്പിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് സംബന്ധിച്ച് എത്ര വർദ്ധിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഒരു ധാരണ ഉണ്ടാകും. സ്വാഭാവികമായി മീറ്റർ ഇൻസ്റ്റലേഷൻ അതിനൊരു കാലതാമസം ഉണ്ടാകും. അതുകൂടി പൂർത്തിയാക്കിയതിനു ശേഷം ഒരുപക്ഷെ നിരക്ക് വർദ്ധിപ്പിച്ച് മുൻകാല പ്രാബല്യത്തിൽ നടപ്പാക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തുടർ ചർച്ചയ്ക്ക് ശേഷമേ സാധ്യമാകുകയുള്ളൂ. എങ്കിലും മന്ത്രിതല ചർച്ച വേണം. കാരണം KSEB സ്ലാബ് നിശ്ചയിക്കുമ്പോൾ കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി നിരക്കിന്റെ കാര്യങ്ങളിലും വ്യാവസായിക ആവശ്യത്തിനുള്ള വൈദ്യുതി നിരക്കിന്റെ കാര്യത്തിലെല്ലാം അതാത് മന്ത്രിമാരുമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി ആ ചർച്ചകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും KSEB നിരക്ക് പെറ്റീഷൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിക്കുക. എന്തായാലും തുടർ ചർച്ചകൾ അവിടെയാണ്, അതായത് മന്ത്രിതല ചർച്ചകളാണ് ഇനി തുടർന്ന് നടക്കേണ്ടത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.
ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകൾ വീണ്ടും തുറന്നു. ഇടുക്കി ചെറുതോണിയിലെ ഒരു ഷട്ടർ 40 സെന്റിമീറ്റർ ഉയർത്തി. ജലനിരപ്പ് 141 അടി പിന്നിട്ടതോടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 2 സ്പിൽവേ ഷട്ടറുകൾ 8 മണിയോടെ തുറന്നത്. പെരിയാർ തീരത്തും ചെറുതോണിയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ടെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ നമ്മളിപ്പോൾ 2 ഷട്ടറുകളാണ് ഉയർത്തിയിട്ടുള്ളത്. B3, B4 ഏതാണ്ട് 750 ക്യൂസെക്സ് വാട്ടറാണ് ഇപ്പം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതിനനുസരിച്ച് താഴേക്കൊന്നും സംഭവിക്കാനില്ല. വെറുതെ പെരിയാർ കുറച്ച് ഇല ഒഴുകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മേഖലയിലും ആവശ്യമായ സുരക്ഷാ നടപടികളെല്ലാം തന്നെയും മുൻഘട്ടങ്ങളിലെ പോലെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് 2300 ക്യൂസെക്സ് വാട്ടർ അവർ കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 750 ക്യൂസെക്സ് വാട്ടർ ഇപ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഇപ്പോൾ ഏതാണ്ട് മാനേജ് ചെയ്ത് പോകുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാം കൂടെ ധൃതിയടിച്ച് ഒരു വിഷയത്തിലേക്ക് പോകേണ്ടതില്ല. എപ്പോഴും 2399 എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂൾ ലെവലിനേക്കാൾ താഴെ നിർത്തണം ഇടുക്കി ഡാം എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. കൂടുതൽ വെള്ളം കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ റൂൾ കർവിന് അപ്പുറത്തോട്ട് വെള്ളം പിടിക്കരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ വെള്ളം വന്നാൽ ചെയ്യേണ്ട അനന്തര നടപടികൾ, സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനെ കുറിച്ചുള്ള പഠന സംഘത്തിൽ പ്രതിനിധിയെ അയക്കണമെന്ന് തമിഴ്നാടോട് കേരളം. ഈ മാസം 2-നാണ് കേരളം കത്ത് നൽകിയത്. പുതിയ അണക്കെട്ട് എന്ന കേരളത്തിന്റെ ആവശ്യത്തോട് തമിഴ്നാട് അനുകൂല നിലപാട് സ്വീകരിക്കാതിരിക്കുമ്പോഴാണ് കേരളത്തിന്റെ നിർണായകമായ നീക്കം. ദത്തുവിവാദത്തിൽ അനുപമയുടെ കുഞ്ഞിനെ കേരളത്തിൽ എത്തിക്കും. കുഞ്ഞിനെ 5 ദിവസത്തിനകം നാട്ടിലെത്തിക്കണമെന്ന് CWC ഉത്തരവിറക്കി. ഉത്തരവിന്റെ പകർപ്പ് അനുപമ കൈപ്പറ്റി. പോലീസ് സംരക്ഷണത്തിലാവും കുഞ്ഞിനെ ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവരിക. കേരളത്തിൽ എത്തിച്ചാൽ കുഞ്ഞിന്റെ സംരക്ഷണം ജില്ലാ CWC ഏറ്റെടുക്കും. DNA പരിശോധന നടത്തി ഫലം അനുകൂലമായാൽ കുഞ്ഞിനെ അനുപമയ്ക്ക് വിട്ടു നൽകിയേക്കും. കുഞ്ഞിനെ തിരികെ കിട്ടുന്നതിൽ സന്തോഷമുണ്ടെന്നും ആരോപണ വിധേയരെ മാറ്റുന്നതുവരെ സമരം തുടരുമെന്നും അനുപമ പറഞ്ഞു. ശിശുക്ഷേമ സമിതിക്കും CWCക്കും വീഴ്ച പറ്റിയതായും അനുപമ പ്രതികരിച്ചു. പെട്ടെന്ന് കൊണ്ടുവരും തന്നെയാണ് പറയുന്നത്. 5 ദിവസം ഒരു മാക്സിമം ടൈം ലിമിറ്റ് ആണ് പറയുന്നത്. പിന്നെ DNA ടെസ്റ്റ് കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി പ്രൊസീജിയേഴ്സ് കാണില്ല. എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ തരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സമരം തുടരുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ ആവശ്യങ്ങളിൽ ഒന്നാണ് കുഞ്ഞിനെ കൊണ്ടുവരാന്നുള്ളത്. മറ്റേ ആവശ്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അവരെ തള്ളി പറഞ്ഞാൽ അവർ ഒരുപാട് പേരുടെ പേരുകൾ പുറത്തു വിടുക, അല്ലെങ്കിൽ ഒരുപാട് പേര് കുടുങ്ങുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ലല്ലോ. വസ്ത്രത്തിന് പുറത്തുകൂടിയുള്ള സ്പർശനം ലൈംഗിക പീഡനമായി കാണാനാകില്ലെന്ന് ബോംബെ ഹൈക്കോടതി വിധി റദ്ദാക്കി. സുപ്രീം കോടതിയുടേതാണ് നടപടി. വിവാദ ഉത്തരവിന്റെ ആനുകൂല്യം ലഭിച്ച പ്രതിയുടെ ജാമ്യം റദ്ദാക്കി. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, വിശദാംശങ്ങൾ. പോക്സോ നിയമത്തിലെ 7ാം വകുപ്പ് നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ മുംബൈ ഹൈക്കോടതിയായിരുന്നു വിവാദമായ ഉത്തരവ് പുറത്തിറക്കിയത്. അതായത് കുട്ടികളുടെ ശരീരത്തിൽ വസ്ത്രത്തിന് മുകളിലൂടെ സ്പർശിക്കുന്നതിന് ലൈംഗിക അതിക്രമമായി കണക്കാക്കാനാവില്ല എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഇത് പ്രകാരം 39 വയസ്സുള്ള പ്രതിക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് മഹാരാഷ്ട്ര സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചത്. അറ്റോർണി ജനറലിന്റെ വാദം ഉൾപ്പെടെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് UU ലളിത അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. ലൈംഗിക അതിക്രമത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടുകൂടി കുട്ടികളുടെ വസ്ത്രത്തിന് മുകളിലൂടെ ശരീരത്തിൽ സ്പർശിച്ചാൽ പോലും അതിനെ ലൈംഗിക അതിക്രമമായി കണക്കാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം മുംബൈ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നത് ലൈംഗിക അതിക്രമമായി കണക്കാക്കണമെങ്കിൽ ചർമ്മം പരസ്പരം സ്പർശിക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിലില്ലാത്ത സ്പർശനങ്ങളെ ലൈംഗികതയുമായി താരതമ്യം ചെയ്യാനാവില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള വിധി പ്രസ്താവം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒന്നായി തന്നെയാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷിക്കുന്നത്. ശരി. കൊച്ചിയിൽ മുൻ മിസ് കേരള അടക്കമുള്ള 3 പേരുടെ അപകട മരണത്തിലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവി ബിജി ജോർജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഫോറൻസിക് സൈബർ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ടാവും. അതേസമയം അറസ്റ്റിലായ ഹോട്ടൽ ഉടമ റോയിയുടെ സുഹൃത്ത് സൈജു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. DJ പാർട്ടിയിൽ പങ്കെടുത്തവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നു. സിജോ വി ജോൺ ആണ് ചേരുന്നത്. സിജോ, ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയുള്ള സംഭവം. ഏതായാലും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു കേസ് അല്ലേ? ഗോപി, തീർച്ചയായും ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയിരിക്കുകയാണ്. തുടർച്ചയായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിന് ശേഷമായിരുന്നു ഇന്നലെ നമ്പർ 18 ഹോട്ടൽ ഉടമ റോയിയെയും അതോടൊപ്പം തന്നെ
ഹോട്ടലിലെ ജീവനക്കാരായ 5 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരെ ചോദ്യം ചെയ്യലിനും അതോടൊപ്പം തെളിവെടുപ്പിന് ശേഷവും ഇത് സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും നീങ്ങിയിട്ടില്ല. പ്രധാനമായും എന്തിനാണ് ഈ CCTV ദൃശ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഹാർഡ് ഡിസ്ക് നശിപ്പിച്ചത്? രണ്ടാമതായി ഈ മോഡലുകൾ പോയപ്പോൾ അതിന് പിന്നാലെ ഈ റോയുടെ സുഹൃത്ത് സൈജു പോയിരുന്നു. അതെന്തിനാണെന്നുള്ള സംബന്ധിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് ഇവർ നൽകിയിരിക്കുന്ന മൊഴി ഇപ്പോഴും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇത് സംബന്ധിച്ച അന്വേഷണം വിപുലപ്പെടുത്തണമെന്ന് ഈ മരിച്ച ആൻസിയുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കേസ് ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ കൈമാറിയിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവി ബിജി ജോർജിനാണ് അന്വേഷണ ചുമതല. വിദഗ്ധർ, സൈബർ, അതോടൊപ്പം തന്നെ ഫോറൻസിക് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഘത്തിലുണ്ടാകുമെന്ന് അറിയുകയും ചെയ്യുന്നു. ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിക്കുന്നുണ്ട്. ഇയാളുമായി ബിജി ജോർജുമായി കമ്മീഷണർ ഓഫീസിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ടീമിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനമുണ്ടാകും. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ഇതിന്റെ ഓർഡർ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ നേരത്തെ ഈ ഓടിക്കാറിനെ പിന്തുടർന്നിരുന്ന ഈ റോയിയുടെ സുഹൃത്ത് സൈജുവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം തുടർ ചോദ്യം ചെയ്യലിന് വിളിച്ചിരുന്നെങ്കിലും അയാൾ ഹാജരായിരുന്നില്ല. ഇപ്പോൾ ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണ്. ഇയാൾ ഒളിവിൽ പോയിരിക്കുന്നതെന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സൈജു ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ പോലീസിൽ നൽകിയിരുന്ന മൊഴി ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾ മദ്യപിച്ചിരുന്നുവെന്നും മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് പിന്തുടർന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് താൻ ആ രീതിയിൽ പിന്തുടർന്നിട്ടില്ല, താൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടം കണ്ടതെന്നൊരു കാര്യമാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികളെ, ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികളെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. എന്തായാലും ഈ റോയി അനാരോഗ്യമുണ്ട്. കാരണം ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യനില മെച്ചപ്പെടുന്നതനുസരിച്ച് റോയിയും കൊണ്ടുവരും. എന്തായാലും ആരോഗ്യനില ഓക്കെ ആവുകയാണെങ്കിൽ ഇയാളെ റോയിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് ആലോചിച്ചിരുന്നത്. പക്ഷേ ഒരുപക്ഷെ ഇനി ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയ സാഹചര്യത്തിൽ റിമാൻഡിലാകുകയോ അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണ ചുമതല ഏറ്റെടുത്തതിന് ശേഷം തുടർ ചോദ്യം ചെയ്യൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച ദുരൂഹതകൾ ഈ പ്രത്യേക സംഘം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതിലൂടെ അകറ്റാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയാണുള്ളത്. ശരി. LJD വിമത വിഭാഗം JDSൽ ലയിച്ചേക്കും എന്ന സൂചന. JDS നേതൃത്വവുമായി അനൌദ്യോഗിക ചർച്ച തുടങ്ങി. LJDയും JDSും ലയിക്കുന്നതാണ് നല്ലതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. പാർട്ടി പ്രസിഡന്റാണ് പറയേണ്ടത്, എന്നാലും ചർച്ച നടത്തിയിട്ടില്ല. സമാന മനസ്കരായ എല്ലാവരും യോജിക്കണം എന്ന് വെച്ചാൽ തീരുമാനമായിട്ടില്ല. അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നായി വരുന്നതാണല്ലോ എപ്പോഴും താല്പര്യം. അതല്ലേ നല്ലതല്ലേ. വി അരുണാണ് ചേരുന്നത്. അരുൺ, ഏതായാലും ചർച്ചകൾ നടന്നു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ആരൊക്കെയായിരിക്കും പ്രധാനമായിട്ട് ഇങ്ങോട്ടേക്ക് വരിക? ബാക്കി വിവരങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രി K കൃഷ്ണൻകുട്ടി സ്ഥിരീകരിച്ച ചർച്ചകൾ ഇപ്പോൾ നടന്നതല്ല. ഇന്നലത്തെ LJDയിലെ പുതിയ സംഘവാസത്തിന് ശേഷം നടന്ന ചർച്ചകളല്ല. നേരത്തെ തന്നെ ഇരു പാർട്ടികളും നയിക്കുന്നതിന് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള ചർച്ചകളുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ഇന്നലെയും അതിനു മുമ്പുള്ള ദിവസവുമായി JDSന്റെ സംസ്ഥാന നേതൃത്വവുമായി LJDയുടെ വിമത വിഭാഗം ചർച്ചകൾ നടത്തിയിരുന്നു. അതിന്റെ തുടർ ചർച്ചകൾ ഇന്നും ഉണ്ടാകും. 20-ാം തീയതി വരെയാണ് ശ്രേയാംസ് കുമാറിന് LJD വിമത വിഭാഗം അന്ത്യശാസനം രാജിവെക്കാൻ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അതിനു മുമ്പ് രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുമെന്നാണ് അവരുടെ നിലപാട്. പക്ഷേ അതിലേക്ക് LJD നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് ആ പാർട്ടിയുടെ ഒരു ഭാഗമെങ്കിലും JDSമായി ലയിക്കുന്നതിന് സാധ്യതകൾ അവർ ആലോചിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് JDS നേതാക്കളുമായുള്ള ചർച്ച. ഇപ്പോൾ JDSന്റെ സംസ്ഥാന സമിതി യോഗം ദേശീയ അധ്യക്ഷൻ ദേവഗൌഡയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ആ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. ജില്ലാ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികളുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. അവരുടെ അഭിപ്രായം ഈ വിഷയത്തിലും തേടും. JDSന്റെ LJD ഒന്നാകെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള വിഭാഗമെങ്കിലും പാർട്ടി ലയിക്കണമെന്ന അഭിപ്രായമാണ് K കൃഷ്ണൻകുട്ടിക്കും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കുമുള്ളത്. പക്ഷേ ഉടൻ അത്തരമൊരു ലയനം വേണ്ട. പാർട്ടിയിൽ അംഗത്വ വിതരണ നടപടികൾ പൂർത്തിയാകാറായി. അത് കഴിഞ്ഞ ശേഷം മതി പുതിയ ആളുകളെ കൊണ്ടുവരുന്ന നിലപാടാണ് സംസ്ഥാന അധ്യക്ഷൻ മാത്യു തോമസിനുള്ളത്. ഇപ്പോഴത്തെ യോഗം ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഈ യോഗത്തിന്റെ കൂടി തീരുമാനം അനുസരിച്ചായിരിക്കും LJD വിമത വിഭാഗമെങ്കിലും JDSലേക്ക് ലയിക്കുന്നത്. വിവരനാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയെ തുടർന്ന് ആളിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ തുറന്നു. ഇതേ തുടർന്ന് ചിറ്റൂർ പുഴ നിറഞ്ഞൊഴുകുകയാണ്.
പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്, പുഴ നിറഞ്ഞൊഴുകുന്നു. തീരങ്ങളിലുള്ളവരുടെ അവസ്ഥ എന്താണ്? മഴ എങ്ങനെയുണ്ട്? ഗോപി, ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ചിറ്റൂർ പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുള്ളത്. ആളിയാർ ഡാമിൽ സെക്കൻഡിൽ 6000 ഘനയടി വെള്ളം തുറന്നുവിട്ടു എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രി 10:30 മുതലാണ് അവിടെ ഡാമിൽ കൂടുതൽ വെള്ളം തുറന്നുവിട്ടിട്ടുള്ളത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് അവർക്ക് മുന്നറിയിപ്പൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരോട് അന്വേഷിച്ചപ്പോൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാരെല്ലാം തന്നെ വലിയ പരാതി പറയുന്നുണ്ട്, മുന്നറിയിപ്പ് ഇത്തരത്തിൽ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും 8:00-ഓടുകൂടി നീരൊഴുക്ക് വർദ്ധിക്കുകയും 10 മണിയോടുകൂടി അത് ശക്തമായ നീരൊഴുക്ക്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള അത്രയും ശക്തമായ നീരൊഴുക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ വെള്ളം കൂടിയ സാഹചര്യത്തിൽ ഇതിന്റെ ചിറ്റൂർ പുഴയുടെ തീരത്ത് കഴിയുന്ന ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ വെള്ളം കയറലോ അങ്ങനെ വല്ലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യമില്ല. ആരെയും മാറ്റിപ്പാർപ്പിക്കുകയോ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് റവന്യൂ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും പുഴയിൽ രാവിലെ മുതൽ തന്നെ ഈ നീരൊഴുക്ക് വർദ്ധിച്ചത് ആളുകളുടെ ഇടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. കാരണം രാവിലെ എല്ലാം തന്നെ പുഴ ആ മേഖലയിൽ, ചിറ്റൂർ മേഖലയിലെല്ലാം തന്നെ കർഷകരെല്ലാം തന്നെ പുഴയിലേക്ക് വെള്ളമെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ആടുമാടുകളെല്ലാം തന്നെ കുളിപ്പിക്കുന്നതിനും എല്ലാം തന്നെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് കർഷകരെ എല്ലാം തന്നെ ആശങ്കയിലാക്കിയത്. അവർ പറയുന്നത് ഇത്തരമൊരു അറിയിപ്പ് സാധാരണ നല്ല രീതിയിലുള്ള അറിയിപ്പ് ലഭിക്കുന്നതാണ്, ഇത്തരത്തിൽ അങ്ങനെ ഒരു അറിയിപ്പൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. പക്ഷേ അധികൃതർ അത് നിഷേധിക്കുന്നു, അറിയിപ്പ് നൽകിയിരുന്നു എന്നതാണ് അവർ പറയുന്നത്. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണിയിൽ. ചെന്നൈ അടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ രാവിലെ മുതൽ മഴ തുടങ്ങി. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, റാണിപ്പെട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുനെൽവേലി, തിരുപ്പൂർ ജില്ലകളിലും മഴ ശക്തമാണ്. 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 19 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പുതുച്ചേരിയിലും മഴ ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യ പ്രിയയെ നിയമിക്കുന്നതിനെതിരായ പ്രതിഷേധത്തിനിടെ അഭിമുഖ പരീക്ഷ നടത്തി കണ്ണൂർ സർവകലാശാല. വൈസ് ചാൻസലറുടെ വീടിന്റെ ഗേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ താഴിട്ട് പൂട്ടി. പൂട്ടുപൊട്ടിച്ചാണ് VC-യെ പോലീസ് പുറത്തെത്തിച്ചത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഇന്റർവ്യൂ നടത്തിയതെന്ന് വൈസ് ചാൻസലർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ മലയാളം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായി അനധികൃതമായി നിയമിക്കാൻ നീക്കം നടക്കുന്നു എന്നാരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന്റെ വീടിന്റെ ഗേറ്റ് താഴിട്ടുപൂട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഞങ്ങൾ നിയമപരമായി നേരിട്ട് കോടതിയിൽ പോകും. വളരെ ശക്തമായി ഈ വിഷയത്തെ ഞങ്ങൾ എതിർക്കും. 8 വർഷത്തെ അധ്യാപന പരിചയം വേണ്ട തസ്തികയിലേക്ക് യോഗ്യതയില്ലാത്ത പ്രിയ വർഗീസിനെ നിയമിക്കുന്നതിനെതിരെ വരും ദിവസങ്ങളിലും പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. അതേസമയം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സർവകലാശാല നിയമന നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. തസ്തികയിലേക്ക് 6 പേരുടെ ചുരുക്കപ്പട്ടികയാണ് സർവകലാശാല തയ്യാറാക്കിയത്. ഓൺലൈൻ ഇന്റർവ്യൂവിന്റെ ഫലം വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കും. ക്യാമറമാൻ സുമേഷ് മൊറാരയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. കോടികളുടെ അഴിമതി നടന്ന കണ്ണമ്പ്ര ഭൂമി ഇടപാടിൽ മുൻ മന്ത്രി AK ബാലനും ഉത്തരവാദിത്തമുണ്ടെന്ന CPM സമ്മേളനത്തിൽ വിമർശനം. പാലക്കാട് വടക്കഞ്ചേരി CPM ഏരിയ സമ്മേളനത്തിലാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ബാലനെതിരെ വിമർശനമുയർന്നത്. 3 കോടിയിലേറെ രൂപയുടെ അഴിമതി നടന്നുവെന്ന് CPM കമ്മീഷൻ കണ്ടെത്തിയ കണ്ണമ്പ്ര ഭൂമി ഇടപാടിൽ രൂക്ഷമായ വിമർശനമാണ് വടക്കഞ്ചേരി ഏരിയ സമ്മേളനത്തിൽ ഉയർന്നത്. അന്ന് മന്ത്രിയും സ്ഥലം MLAയുമായിരുന്ന AK ബാലന് ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന ഗുരുതര ആരോപണമാണ് അംഗങ്ങൾ ഉന്നയിച്ചത്. കൂടിയ വിലയ്ക്ക് ഭൂമി ഏറ്റെടുത്തത് അറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ കണ്ണടച്ചുവെന്നാണ് വിമർശനം. അന്നത്തെ മന്ത്രിയുടെ ഓഫീസും ഇതിൽ ഇടപെട്ടുവെന്ന് അംഗങ്ങൾ ആരോപിച്ചു. ഭൂമി തരംതിരിക്കൽ സംബന്ധിച്ച ഉത്തരവുകൾ വേഗത്തിലാക്കിയതും സഹകരണ വകുപ്പിന്റെ വിവിധ ഉത്തരവുകളും മന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നവരുടെ ഇടപെടൽ മൂലമാണെന്നാണ് വിമർശനം. എന്നാൽ തന്റെ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമല്ലെന്നും സഹകരണ വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചതെന്നും AK ബാലൻ മറുപടി നൽകി. ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനമുയർന്നു. ഭൂമി ഇടപാടിലെ ക്രമക്കേട് നേതൃത്വത്തെ അറിയിച്ചിട്ടും ഇടപെട്ടില്ല. സംസ്ഥാന തലത്തിൽ പരാതി പോയപ്പോഴാണ് അന്വേഷിക്കാൻ തയ്യാറായതെന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CK ചാമുണ്ണിയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിട്ടും ജില്ലാ നേതൃത്വം വലിയ പിന്തുണയാണ് നൽകുന്നതെന്നും അംഗങ്ങൾ വിമർശിച്ചു. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്.
തിരുവനന്തപുരം വെള്ളനാട് ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ശിലാഫലകം ജില്ലാ പഞ്ചായത്ത് അംഗം അടിച്ചു തകർത്തായി പരാതി. ഫലകത്തിൽ തന്റെ പേരില്ല എന്ന കാരണത്തിലാണ് വെള്ളനാട് ശശി ശിലാഫലകം തകർത്തത്. വെള്ളനാട് കിടങ്ങുമ്മൽ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ശിലാഫലകമാണ് തകർത്തത്. പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകി. തറക്കല്ലിടൽ ചടങ്ങായിട്ട് മാറ്റി ആ ശിലാഫലകം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഉദ്ഘാടന ചടങ്ങ് ആണ്. നമ്മൾ വേറെ ആരെയും ഉൾക്കൊള്ളിച്ചില്ല. നാട മുറിച്ച് ലളിതമായ ഒരു ചടങ്ങ്, അധികം ആഡംബരങ്ങളില്ലാതെ, നോട്ടീസൊന്നും അടിക്കാതെ, വലിയ അനൗൺസ്മെന്റോ ഒന്നും നടത്താതെ ചെയ്ത ഒരു കർമ്മമാണ്. അതിൽ വേറെ ഇങ്ങനെ ഒരു നിർദ്ദേശമൊന്നും ഞങ്ങളുടെ മനസ്സിലില്ലായിരുന്നു. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ മാധ്യമങ്ങളെ കാണുന്നു. Necessary action to step up our program, educational program, as well as membership drive. As you know, the Congress party already announced the membership drive and our organizational election schedule. So we are going accordingly. The organization, as per the organizational schedule, the membership drive will continue till March 31st. Yes. And in between, the Congress reshuffle should not happen. That is what we are. Already, I think Umesh Chatterjee told the Congress president about this, but as I know, the Congress party AICC has this authority to take any decision on this very issue. See, will that reshuffle happen before this organizational election? I don't know, but the PCC, if PCC will propose, and if the AICC will feel that it is necessary and it is in the interest of the party, we can see. But the We will consider. reshuffle is going on in many states. Example, last day Goa committee was formed. Yesterday, That's why I told. Secretary in Himachal Pradesh was appointed. So, do you think that the Congress High Command will stop the organizational reshuffle? As I told you, because of the last 2 years, we were suffering from the corona. There was no reshuffle, there was no addition. People were confined to the corona. So now we are trying to find out where we are lacking. കോഴിക്കോട് കോൺഗ്രസ് എ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ നടപടിക്ക് ശുപാർശ. പ്രശാന്ത് കുമാർ, രാജീവ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്യുക. മുൻ DCC പ്രസിഡന്റ് യു രാജീവിനെ പരസ്യമായി ശാസിക്കാനും അന്വേഷണ കമ്മീഷൻ ശുപാർശ ചെയ്തു. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പറഞ്ഞു. ഉച്ചയോടുകൂടി ഈ റിപ്പോർട്ടും DCC ശുപാർശയും KPC പ്രസിഡന്റ് സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ പ്രസിഡന്റ് തീരുമാനിച്ച നടപടി ഉണ്ടാവും. ഇപ്പോഴുള്ള റിപ്പോർട്ടിന്റെ അകത്തുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്നത് ശരിയല്ല. ഒരു കാരണവശാലും പറയാൻ പാടില്ല. പാർട്ടി രേഖയാണത്. ഞാൻ ആ റിപ്പോർട്ട് DCCയുടെ ശുപാർശ സഹിതം ഉച്ചയോടുകൂടി KPC സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ അതിന്റെ തീരുമാനം വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിയുന്നത് ഇന്ന്, ഇല്ലെങ്കിൽ നാളെ രാവിലെ. തലശ്ശേരി ഫസൽ വധക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് CBI. വധത്തിന് പിന്നിൽ RSS പ്രവർത്തകനെന്ന് സ്ഥാപിക്കാനായി ഗൂഢാലോചന നടത്തിയെന്ന് CBI ഹൈക്കോടതിയിൽ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കുപ്പി സുബീഷ് എന്ന കുറ്റവാളിയെ തടവിൽ പാർപ്പിച്ച് വ്യാജമൊഴി രേഖപ്പെടുത്തിയെന്നാണ് ഹൈക്കോടതിയിൽ CBI സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പോലീസ് രേഖപ്പെടുത്തിയ മൊഴി കൊലപാതകം നടത്തിയ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നില്ല. കൊലപാതകത്തിനായി ഒരു ബൈക്കിൽ 4 പ്രതികൾ സഞ്ചരിച്ചെന്ന മൊഴി യുക്തിസഹമല്ല. പ്രതിയെ ശാരീരികമായി പീഡിപ്പിച്ച് RSSനെതിരെ വ്യാജമൊഴി രേഖപ്പെടുത്തുകയായിരുന്നുവെന്നും CBI വ്യക്തമാക്കുന്നു. ഡിവൈഎസ്പിമാരായ PP സദാനന്ദൻ, പ്രിൻസ് എബ്രഹാം, ഇൻസ്പെക്ടർ P സുരേഷ് ബാബു എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്നും റിപ്പോർട്ടിൽ CBI ആവശ്യപ്പെട്ടു. CPM നേതാക്കൾ പ്രതികളായ കേസിൽ CBI കണ്ടെത്തലിന് വിരുദ്ധമായി കുപ്പി സുബീഷിന്റെ മൊഴി പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. CPM നേതാക്കളായ കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും അടക്കമുള്ളവർ തന്നെയാണ് കേസിലെ പ്രതികളെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ശബരിമലയിൽ തീർത്ഥാടന കാലം.
പമ്പയിൽ നിന്ന് മല കയറുന്നതിന് നിയന്ത്രണം. ഉച്ചയ്ക്ക് 3 മണി വരെ സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ല. ഉച്ചയ്ക്ക് 12 മണി മുതലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 3 മണിക്ക് ശേഷമേ ഇനി തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പറഞ്ഞയക്കും. ഹോട്ടലുകൾ പോലുമില്ലാത്ത പമ്പയിൽ പുതിയ തീരുമാനം തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. പമ്പയിൽ നിന്നും സനോജാണ് ചേരുന്നത്. സനോജ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ? ഗോപി, ഇന്നാണ് പോലീസിന്റെ ഒരു പുതിയ പരിഷ്കാരം പമ്പയിൽ നടപ്പാക്കിയിട്ടുള്ളത്. ഇന്നലെ വരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പകൽ മുഴുവൻ തീർത്ഥാടകർക്ക് ദർശനത്തിന് പോകുവാനുള്ള ക്രമീകരണം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 12 മണി വരെയാണ്, രാവിലെ മുതൽ ആരംഭിക്കുന്ന തീർത്ഥാടകരെ കടത്തിവിടുന്ന നടപടി ഇന്ന് 12 മണി വരെ ആണ് 12 മണി കൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയും തീർത്ഥാടകരെ കടത്തിവിടുക ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷമാണ് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. മുകളിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരമാണ് പോലീസ് ഇവിടെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയതെന്നാണ് ഇവർ നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ ഇപ്പോൾ പമ്പ ഗണപതി അമ്പലത്തിന് സമീപമുള്ള നടപ്പന്തലിൽ വിരിവെച്ച് കിടക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഈ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് തീർത്ഥാടകരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ ഉച്ചയ്ക്ക് ശേഷം ദർശനത്തിന് വേണ്ടി ക്ഷേത്രനട തുറക്കുമ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന തീർത്ഥാടകരെ ഇപ്പോൾ തന്നെ കടത്തിവിടുകയാണെങ്കിൽ അവർക്ക് സാവധാനം മല ചവിട്ടി ദർശന സമയമാകുമ്പോഴേക്കും സന്നിധാനത്തേക്ക് എത്തിപ്പെടാൻ കഴിയും. അതുകൊണ്ട് മാത്രമല്ല, ഇവിടെ എത്തുന്ന തീർത്ഥാടകരെ മുഴുവൻ അവരുടെ ഡോക്യുമെൻ്റ്, അതായത് കോവിഡ് ടെസ്റ്റ് നടത്തിയ പരിശോധനാ ഫലം അല്ലെങ്കിൽ RT-PCR പരിശോധനാ ഫലം, ഒപ്പം തന്നെ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്ത പേപ്പറുകളെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പറഞ്ഞയക്കുന്നത്. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കുറേ സമയമെടുക്കും. ഈ തീർത്ഥാടകരെ ഇവിടെ പിടിച്ചു നിർത്തുമ്പോൾ സ്വാഭാവികമായി 2 മണിക്ക് വീണ്ടും സന്നിധാനത്തേക്ക് പറഞ്ഞയക്കാനുള്ള നടപടികൾ ആരംഭിക്കുമ്പോൾ ഇവിടെ തിക്കും തിരക്കും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ തീർത്ഥാടകർ ഇവിടെ കൂടിയിരിക്കുമ്പോഴും കോവിഡ് വരാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട്. എന്നാൽ ഇത് കോവിഡ് വ്യാപനത്തിനിടയാക്കുമെന്ന ഒരു തെറ്റായ ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. തീർത്ഥാടകരോട് നമുക്ക് ചോദിക്കാം, നിലവിൽ നിങ്ങൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടോ ഈ തീരുമാനം? ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എപ്പോൾ വന്നതാണ്? എന്താണ് ഇവിടെ ഇരിക്കാനുണ്ടായ കാരണം? ഞങ്ങൾ ഒരു 11:45 ഇപ്പോൾ വന്നതാണ്. തിരക്കില്ലെങ്കിൽ കയറി പോകാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ 2 മണിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ വീട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആയും പോലെ മല കയറായിരുന്നു. ഭക്ഷണമൊക്കെ കിട്ടിയോ? ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. എന്താണ് കിട്ടാത്തത്? ഇവിടെ ഹോട്ടലുകളില്ല? ഇവിടെ ഒന്നുമില്ല. അതാണ് ഗോപി, ഇവിടെ മതിയായ ഹോട്ടലുകളില്ല. സാധാരണഗതിയിൽ തീർത്ഥാടനത്തിന് മുമ്പേ ഇവിടെ പമ്പയിൽ ഹോട്ടലുകളൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. എന്നാൽ പമ്പയിൽ ഹോട്ടലുകൾ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ഒരു തുടങ്ങാത്ത ഇടത്താണ് ഇങ്ങനെ തീർത്ഥാടകരെ പിടിച്ചു നിർത്തുന്നത്. അതായത് രാവിലെ എത്തിയവർ ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ ഇരുന്ന് 3 മണിക്ക് ശേഷം മല കയറണം. അതാണ് ഇപ്പോൾ പോലീസിന് തീരുമാനം. അതാണ് പോലീസിന്റെ തീരുമാനം. 2 മണി എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. 2 മണിക്ക് ശേഷം മാത്രമേ ഇവിടെ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പറഞ്ഞയക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ തീർത്ഥാടകരോട് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചോ? ഇല്ലില്ല, ഒന്നും കഴിച്ചിട്ടില്ല. എപ്പോൾ വന്നതാണ് ഇവിടെ? നമ്മളൊരു 11 മണിയായി വന്നോ? 11 മണിയായി പോകുന്നത്. ഇവിടെ വന്നപ്പോൾ എന്താണ് പറയുന്നത്? 2 മണിക്ക് ആയിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല, ഒരു മോഹമില്ല, കുടിക്കാൻ ചുക്കോളം പോലും ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ 2 മണിക്ക് ശേഷം മാത്രമേ കേട്ടിട്ടുള്ളൂ. അവനെന്താണ് അവർ ന്യായം പറയുന്നത്? അവർക്ക് പല ന്യായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ന്യായം പ്രോപ്പർ ന്യായങ്ങളല്ല. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. ഇപ്പോൾ കൊച്ചിന് കുടിക്കാൻ വെള്ളം വേണം, നമ്മളൊന്നെങ്കിൽ പമ്പ് അപ്പുറങ്ങനെ പോയിട്ട് വരും. പക്ഷേ ഇവിടെ കടകൾ പോലും ഒന്നുമില്ല. നേരത്തെ ചുക്കുകളൊക്കെ ഉണ്ടായിരുന്നു, ഇതൊന്നുമില്ല, യാതൊരുവിധ ഒരുക്കങ്ങളും നടത്തിയിട്ടില്ല ഇതുവരെ. അതാണ് ഗോപി, ഇങ്ങനെ തീർത്ഥാടകർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ ബുദ്ധിയിൽ ഉദിച്ച തീരുമാനമാണ് എന്നതിനെ സംബന്ധിച്ചൊന്നും നമുക്ക് വ്യക്തതയില്ല. എന്തായാലും പിഞ്ചു കുട്ടികളടക്കം ദർശനത്തിനെത്തിയ, ദൂരദേശത്തു നിന്നും ദർശനത്തിനെത്തിയ തീർത്ഥാടകർ ഇവിടെ, അവരുടെ വാക്കുകൾ തന്നെ വ്യക്തമാണ് അവർ എത്രമാത്രം വലഞ്ഞിട്ടുണ്ടെന്നുള്ളത്. സനോജ്, ഇത് പോലീസിന് മാത്രം തീരുമാനമാണോ അതോ ദേവസ്വം ബോർഡുമായി ചേർന്നെടുത്ത തീരുമാനമാണോ? ഇത് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മനസ്സിലാക്കിയാൽ തിരുത്താനിടയുണ്ടോ? സ്വാഭാവികമായും കഴിഞ്ഞ 3 ദിവസം ഈ ഒരു ക്രമീകരണം ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഇത്തരം ഒരു ക്രമീകരണവും പരിഷ്കാരവും പോലീസ് നടപ്പാക്കിയത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ക്രമീകരണവും പരിഷ്കാരവും നടപ്പാക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നില്ല. ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ നൽകിയ നിർദ്ദേശം, മുകളിൽ നിന്നുമുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരമൊരു തീരുമാനം ഇവിടെ നടപ്പാക്കിയിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. അവർക്കും അതിനകത്ത് സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും ഈ ഇരിക്കുന്ന തീർത്ഥാടകരുടെ വെരിഫിക്കേഷൻ നടപടികൾ, അതായത് കോവിഡ് ടെസ്റ്റ് നടത്തിയ പരിശോധനാ ഫലം,
ഒപ്പം തന്നെ RT-PCR നടത്തിയ പരിശോധനാ ഫലം ഇതെല്ലാം ഈ കൗണ്ടറുകളിൽ കാണിച്ച് ബോധ്യപ്പെടുത്തി അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് അവരെ ദർശനത്തിനായി സന്നിധാനത്തേക്ക് പറഞ്ഞു വിടുക. അപ്പോൾ ആ നടപടിക്രമം ആരംഭിക്കുന്നത് 2 മണിയാണ്. 2 മണിക്ക് ആരംഭിക്കുമ്പോൾ ഈ തീർത്ഥാടകർ ഒരുമിച്ച് ഈ നടപടിക്രമത്തിന് വേണ്ടി അവിടെ എത്തുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാവും. അത് കോവിഡ് വ്യാപനത്തിനൊക്കെ ഇടയാകും. കോവിഡ് വ്യാപനത്തിൻ്റെ പേരിലാണ് ഇത്രമൊരു പരിഷ്കാരമെങ്കിലാണ് അതും കോവിഡ് വ്യാപനത്തിനിടയാകും. സ്വാഭാവികമായും ഈ വരുന്ന തീർത്ഥാടകരെ ഈ 2 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ ഇവിടെ പിടിച്ചു നിർത്താതെ അവരെ ഘട്ടം ഘട്ടമായി പറഞ്ഞയക്കുകയാണെങ്കിൽ അവർക്ക് സാവധാനം മലചവിട്ടി, ഒപ്പം മാത്രമല്ല ഇടയ്ക്കിടെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ഏതെങ്കിലും കടകളിൽ കയറിയിരുന്നോ അല്ലെങ്കിൽ വിശ്രമിച്ചോ ഒക്കെ തന്നെ അവർക്ക് വളരെ സാവധാനത്തിൽ മലചവിട്ടി ദർശനം നടത്താനുള്ള സൗകര്യമുണ്ടാകും. ഇനി അല്പം നേരത്തെ ചെല്ലുകയാണെങ്കിൽ ഈ സന്നിധാനത്തെ പന്തലെന്ന് പറയപ്പെടുന്നത്, നടപ്പന്തൽ എന്ന് പറയപ്പെടുന്നത് ഇതിനേക്കാൾ വിശാലമായ നടപ്പന്തലാണ്. അവിടെ അല്പനേരം അവർക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാൽ തീർത്ഥാടകരെ ബുദ്ധിമുട്ടിക്കത്തില്ല. പക്ഷേ ഇന്ന് പോലീസ് നടപ്പാക്കുന്ന തീരുമാനം വളരെ ബുദ്ധിമുട്ടാണ് തീർത്ഥാടകർക്ക് സൃഷ്ടിക്കുന്നത്. അവർക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. മാത്രമല്ല പമ്പയിൽ മതിയായ ഹോട്ടൽ സംവിധാനമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കിട്ടാത്ത സാഹചര്യമുണ്ട്. ഇവിടെ അന്നദാന കൗണ്ടർ മാത്രമാണുള്ളത്. അവിടെ സ്വാഭാവികമായിട്ടും തിരക്കുകളുണ്ടാവും. കാരണം കൂടുതൽ തീർത്ഥാടകർ, ഇപ്പം രാവിലെ പോയ തീർത്ഥാടകർ മല ഇറങ്ങി വരുന്ന സമയമാണ്. മല ഇറങ്ങി വരുമ്പോഴേക്കും ഇവിടെ ഈ സമയത്തെത്തുമ്പോൾ അവർക്കും ഉച്ചഭക്ഷണം കഴിക്കാൻ ഏക ആശ്രയമെന്ന് പറയപ്പെടുന്നത് ഇവിടുത്തെ അന്നദാന കൗണ്ടർ മാത്രമാണ്. അങ്ങനെ മല ഇറങ്ങി വരുന്ന തീർത്ഥാടകരുടെ തിരക്കും പോകാൻ വേണ്ടി ഇവിടെ പിടിച്ചു നിർത്തിയ തീർത്ഥാടകരുടെ തിരക്കും മൂലം അന്നദാന കൗണ്ടറിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ പരിഷ്കാരം സ്വാഭാവികമായിട്ടും തീർത്ഥാടകരെ വലിയ ബുദ്ധിമുട്ടിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഗോപി, സിനോജാണ് വിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കിടയിൽ ഹലാൽ മുദ്രയുള്ള ശർക്കര ദേവസ്വം ബോർഡ് തിരിച്ചയക്കുന്നു. 2019 വാങ്ങിയ 3,85,000 കിലോ ശർക്കരയാണ് ശബരിമലയിൽ നിന്നും തിരിച്ചുവിടുന്നത്. കാലപ്പഴക്കം മൂലം ഉപയോഗയോഗ്യമല്ലെന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 2019 മഹാരാഷ്ട്രയിലെ സതാര ജില്ല കേന്ദ്രീകരിച്ചുള്ള വർദ്ധനൻ കമ്പനിക്കായിരുന്നു ശബരിമലയിലേക്കുള്ള ശർക്കര വിതരണത്തിന്റെ കരാർ. ആ വർഷത്തേക്ക് ആവശ്യമായ ടൺ കണക്കിന് ശർക്കരയാണ് കമ്പനി വിതരണം ചെയ്തത്. കോവിഡ് മൂലം 2019 തീർത്ഥാടനത്തിന് നിയന്ത്രണം വന്നപ്പോൾ ഇറക്കിയ ശർക്കരയ്ക്ക് ഉപയോഗമില്ലാതായി. ഈ കമ്പനിയുടെ ശർക്കരച്ചാക്കിന് മുകളിലെ ഹലാൽ എന്ന എഴുത്തിന്റെ പേരിലായിരുന്നു വിവാദം. ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതിക്ക് നിലവാരമുള്ള ശർക്കരയായതിനാലാണ് ഹലാൽ എന്ന് രേഖപ്പെടുത്തിയിരുന്നത്. എന്തായാലും ഈ വിവാദത്തിനിടയിലാണ് കാലപ്പഴക്കം ചെന്ന ശർക്കര ശബരിമലയിൽ നിന്നും ഒഴിവാക്കുന്നത്. 3,85,000 കിലോ ശർക്കരയാണ് ഉപയോഗശൂന്യമായത്. ഇത് നീക്കം ചെയ്യാൻ സ്വകാര്യ വ്യക്തിക്കാണ് കരാർ. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അടൂർ എന്നുള്ള ഇത് പറഞ്ഞത് ഉപയോഗയോഗ്യമാണ്. തിരുവനന്തപുരത്തെ അവർ പറഞ്ഞതാണ്. തിരുവനന്തപുരം ഫുഡ് ആൻഡ് സേഫ്റ്റിയാണ് പറഞ്ഞത് അരവണ ഉപയോഗത്തിന്. അപ്പോൾ ഈ ശർക്കര എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ഒരു സാധനമല്ല. ശർക്കര ഷുഗർ വന്നു അതിനകത്തിൽ ഈ പാക്കറ്റിൽ ഇങ്ങനൊരു ഡേറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് സാധാരണ പാക്കറ്റിന് 1 വർഷം 6 മാസം അങ്ങനെ ഡേറ്റ് ഉള്ളത് കൊണ്ടാണ് ഉപയോഗശൂന്യം എന്ന് പറയുന്നത്. ഈ വർഷം മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയുള്ള SP എന്ന കമ്പനിയാണ് ശർക്കരയുടെ വിതരണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഹലാലിന്റെ പേരിലുള്ളത് വ്യാജ പ്രചരണമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ അറിയിച്ചു. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 പമ്പ. ശബരിമല അരവണ പായസവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടിയുമായി ദേവസ്വം ബോർഡ്. സൈബർ ഇടങ്ങളിലും ചില മാധ്യമങ്ങളിലും കുപ്രചരണം നടത്തുന്നവർക്കെതിരെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സന്നിധാനം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പ്രചരണങ്ങൾ വ്യാജവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ശബരിമല സീസൺ ആരംഭിച്ച ശേഷം ആദ്യം അരവണയെ സംബന്ധിച്ചൊരു ഇതുപോലൊരു വിഷ്വൽ മീഡിയയിലൊരു വാർത്ത വന്നിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ശബരിമലയിൽ ഉപയോഗിക്കുന്ന ശർക്കര ഹലാൽ ശർക്കര എന്ന രീതിയിലുള്ള വലിയൊരു വ്യാജ പ്രചരണം ഇതിനകത്ത് വന്നതിനെ തുടർന്ന് അതിൻ്റെ സത്യാവസ്ഥ കണ്ട് അത് പരിശോധിച്ച് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കുന്നതിനായിട്ട് സന്നിധാനം പോലീസ് സ്റ്റേഷനിൽ വളരെ വിശദമായ ഒരു പരാതി തയ്യാറാക്കി കഴിഞ്ഞ ദിവസം നൽകുകയുണ്ടായി. പരാതി പോലീസ് സ്വീകരിക്കുകയും സൈബർ സെല്ലിലേക്ക് അത് നടത്തി നടപടിയെടുക്കാമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അതിന് പ്രകാരമുള്ള നടപടികളാണ്, കർശനമായ നിയമ നടപടികളാണ് ഇതിനുവേണ്ടി ദേവസ്വം ബോർഡ് സ്വീകരിക്കാൻ പോകുന്നത്. മുല്ലപ്പെരിയാർ മരംമുറി വിവാദത്തിൽ വനം മന്ത്രി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 യോഗം. യോഗത്തിൽ PCCF റാങ്ക് മുതലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. മന്ത്രിയെ അറിയിക്കാതെ മരം മുറിക്കാൻ ഉത്തരവിറക്കിയത് വിവാദമായിരുന്നു. ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് IFS അസോസിയേഷൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു.
ഔഷധി ചെയർപേഴ്സണായി മുൻ MLA ശോഭന ജോർജ് ചുമതലയേറ്റു. തൃശൂരിലെ ഔഷധി ഹെഡ് ഓഫീസിലെത്തിയ ശോഭന ജോർജിനെ ഔഷധി ഭരണസമിതി അംഗം AS കുട്ടി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. ഔഷധിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും ഔഷധിയുടെ മരുന്നുകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് മുൻഗണന നൽകുമെന്നും ശോഭന ജോർജ് പറഞ്ഞു. ജനറൽ മാനേജർ രഘുനന്ദൻ V മേനോൻ, PM ലളിത കുമാരി, S വിനീത, E ഷിബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച കുഞ്ഞ് മരിച്ച കേസിൽ അന്വേഷണ സംഘം പരവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കൊല്ലം സെഷൻസ് കോടതിയിലായിരിക്കും കേസിന്റെ വിചാരണ. കേസിൽ കുഞ്ഞിന്റെ അമ്മ കല്ലുവാതുക്കൽ രേഷ്മ മാത്രമാണ് പ്രതി. നവജാത ശിശുവിനെ ഉപേക്ഷിക്കൽ, കരുതിക്കൂട്ടിയുള്ള കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് രേഷ്മയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. രേഷ്മയുടെ ഭർത്താവ് വിഷ്ണു ഉൾപ്പെടെ 54 സാക്ഷികളുണ്ട്. 55 പേജുള്ള കുറ്റപത്രത്തിൽ 20 പേജ് അനുബന്ധ രേഖകളാണ്. പാരിപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജൂൺ 22 അറസ്റ്റിലായ രേഷ്മയ്ക്കെതിരെ നരഹത്യക്കാണ് കേസെടുത്തിരുന്നത്. അറസ്റ്റിലായി 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതിരുന്നതിനാൽ രേഷ്മയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു. രേഷ്മ അജ്ഞാത കാമുകനുമായി ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി നടത്തിയ ചാറ്റുകളുടെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റിപ്പോർട്ട് ഫേസ്ബുക്കിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. കാമുകനായി നടിച്ച് രേഷ്മയുമായി ചാറ്റ് ചെയ്തിരുന്നത് അടുത്ത ബന്ധുക്കളായ ആര്യ, ഗ്രീഷ്മ എന്നീ യുവതികളായിരുന്നു. ഇവരെ പിന്നീട് ഇത്തിക്കരയാറ്റിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ഇവർ മെസ്സഞ്ചർ വഴി നടത്തിയ ചാറ്റുകളുടെ വിശദവിവരങ്ങളാണ് ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കാത്തത് കേസിനെ ബാധിക്കില്ലെന്ന് പോലീസ് പറഞ്ഞു. വീടിന് പിന്നിലെ റബ്ബർ തോട്ടത്തിലെ കരിയിലക്കൂട്ടത്തിൽ ജനുവരി 5-നാണ് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തിരുവനന്തപുരം SIT ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചു. 6 മാസത്തിനു ശേഷം DNA പരിശോധനയിലാണ് കുഞ്ഞ് രേഷ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ന്യൂസ് 18 കൊല്ലം. പൊന്മുടി മർക്കിൻസ്റ്റൺ എസ്റ്റേറ്റിലെ ലയങ്ങളിൽ തൊഴിലാളികൾ ദുരിതത്തിൽ. പൊട്ടിപ്പൊളിഞ്ഞ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ലയങ്ങളിലാണ് തൊഴിലാളികളുടെ താമസം. മാസങ്ങളായി ശമ്പളം കൂടി ലഭിക്കാതായതോടെ ഇവരുടെ ജീവിതം പ്രതിസന്ധിയിലായി. തീർത്തും ദുരിതമയമാണ് ഈ ലയങ്ങളിലെ തൊഴിലാളി ജീവിതം. ചോർന്നൊലിച്ച് പൊടിഞ്ഞു വീഴാറായ ലയങ്ങൾ. തൊഴിലാളികളോടുള്ള പ്രതികാര നടപടിയെന്നോണം തോട്ടമുടമയുടെ ആൾക്കാർ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതും നിത്യസംഭവം. പണിക്ക് ആളെ കൊണ്ടുവന്ന് മേൽക്കൂര പൊളിച്ചതാണ്. ഇപ്പൊ കറണ്ട് വരണുണ്ട്. കൊച്ചുകുട്ടികളായി 4-5 പേര് ഈ ലൈൻസിലുണ്ട്. കറണ്ട് ചുമരുകളിലൊന്നും തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ വീടിനകം മൊത്തം വെള്ളം, 4 ചുമരും വെള്ളമായിട്ട് കിടപ്പുണ്ട്. ലയങ്ങൾ ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെ പ്രായമായവരും കുട്ടികളും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. അവിടെയും ദുരിതത്തിന് കുറവില്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മളൊരു വീട് എല്ലാം പൊളിഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. പിന്നെ 27-ാം തീയതി നമുക്ക് നെടുമങ്ങാട് പ്ലാന്റേഷനിൽ വെച്ച് നമുക്ക് മാനേജ്മെന്റുമായിട്ടൊരു ചർച്ച ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഇവരുടെ വീടുകൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാമെന്നും ബാക്കി ഇവർക്കുള്ള ശമ്പളങ്ങൾ കൊടുക്കാമെന്ന് എഗ്രിമെന്റ് ചെയ്തിരുന്നു. എന്നാൽ നാളെ ഇതുവരെയും ഇതിന്റെ ഒരു കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല. കരാർ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ട് 4 മാസം, സ്ഥിരം ജീവനക്കാർക്ക് 6 മാസവും പിന്നിടുന്നു. കഴിഞ്ഞ വർഷത്തെ ബോണസും ഇതുവരെ നൽകിയിട്ടില്ല. ശമ്പള കുടിശ്ശിക നൽകണമെന്നും ലയങ്ങളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള സമരം 2 ആഴ്ച പിന്നിടുന്നു. തീരുമാനം വൈകിയാൽ സമരം ശക്തമാക്കാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഹരിവിദ്രയ്ക്കൊപ്പം പൊന്മുടിയിൽ നിന്ന് VV അരുൺ, ന്യൂസ് 18. തിരുവനന്തപുരത്തെ കൈരളി തിയേറ്റർ കോംപ്ലക്സിന്റെ മുഖച്ഛായ മാറ്റാൻ പദ്ധതിയുമായി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 12 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നവീകരണം പൂർത്തിയാക്കി സിനിമകളുടെ പ്രദർശനം ജനുവരിയിൽ ആരംഭിക്കാനാണ് തീരുമാനം. അത്യാധുനിക സംവിധാനങ്ങളുള്ള മറ്റ് തിയേറ്ററുകളോട് കിടപിടിക്കാവുന്ന സംവിധാനങ്ങളാണ് KSFDCയുടെ തിയേറ്ററുകളിൽ ഒരുങ്ങുന്നത്. കൈരളി, നിള, ശ്രീ തിയേറ്ററുകൾ അടങ്ങുന്ന കോംപ്ലക്സിൽ 2K പ്രൊജക്ടറാണ് പ്രദർശനത്തിന് ഉപയോഗിക്കുന്നത്. ഇത് മാറ്റി 4K ലേസർ പ്രൊജക്ടർ സ്ഥാപിക്കും. ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് പ്രൊജക്ടർ. അറ്റ്മോസ് സൗണ്ട് സിസ്റ്റവും തിയേറ്ററിൽ ഉണ്ടാകും. അമ്മമാർക്കുള്ള മുലയൂട്ടൽ കേന്ദ്രവും തിയേറ്ററിൽ സ്ഥാപിക്കുന്നുണ്ട്. 12 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. എല്ലാ തരത്തിലും കൈരളി സ്റ്റേയെ നമ്മൾ മോഡേണൈസ് ചെയ്ത് വരുന്നുണ്ട്. എല്ലാവർക്കും ഒരേപോലെ വന്ന് സിനിമ ആസ്വദിക്കാം, ഒരു ബുദ്ധിമുട്ടില്ല സിനിമ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ. ഫെബ്രുവരി 4-ന് IFFK ആരംഭിക്കുന്നതിനാൽ ജനുവരിയിൽ തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും KSFDC MD പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
ഹിമാലയൻ മലനിരകളിലെ പ്രചാരത്തിലുണ്ടായിരുന്ന വെള്ളം ആവശ്യമില്ലാത്ത ശൗചാലയങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പാലംപൂരിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. വിസർജനങ്ങൾ ജൈവവളമാക്കി മാറ്റി ഹിമാചൽ പ്രദേശിലെയും ലഡാക്കിലെയും കർഷകർക്ക് കൈമാറുകയാണ് ഇവർ. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം മിഷൻ പാനയിൽ. Today we are here at Goshal village of Lahaul and Spiti district in Himachal Pradesh to bring out a story on sanitation and water conservation. In general, we spend around 8 to 10 liters of water in every flush, and here in this village and in the entire region, people have learned traditionally how to manage human waste without even spending a single drop of water. And this village is special because this was the first time that we got introduced to Himalayan dry toilets, which not only manages human waste without water but also utilizes the compost in agriculture farmland. At my back we have this structure, and it has two-storied structure. On the top story they defecate, and on the bottom story the human waste gets accumulated. So after the season goes off, after around 6 months, they collect the human waste and put it in the fields. So the main issue used to be during the summer, the foul odor that it produces. We came across that when they were defecating, they were covering the fecal material with some dry material. So there was nothing but they were using ashes or cattle waste or soil, etc. So we wanted them to use our product. We mixed it with some carrier material, and we took good care that we used the carrier material which were again going to be organic, and it was good for the soil. पहले जो हम गोप यूज़ कर रहे थे उसमें जो बहुत दुर्गंध आ रही थी, तो अभी हमने जो पालमपुर से जो बूस्टर लाया था उसे यूज़ किया, और उससे जो दुर्गंध बहुत कम हो गई है, और इससे हमें जो है बहुत लाभ मिला है. स्वच्छता और पानी, 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 हमको बचानी है ये जिंदगानी. കനത്ത മഴയെ തുടർന്ന് ആളിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ തുറന്നു. തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയിട്ടും ജനങ്ങളെ അറിയിക്കുന്നതിൽ റവന്യൂ വിഭാഗത്തിന് വീഴ്ച. തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകിയെന്ന് ADM വിവരങ്ങൾ അറിയിച്ചില്ലെന്ന് ജനങ്ങൾ പറയുന്നു. പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, വലിയ തോതിലുള്ള നീരൊഴുക്കാണ്. അറിയിച്ചു എന്ന് അധികൃതർ പറയുന്നു, പക്ഷെ അറിഞ്ഞില്ല എന്ന് ജനങ്ങൾ പറയുന്നു. ജനങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിനെ മുഖവിലക്കെടുക്കാനേ നമുക്ക് കഴിയും. എന്താണ് ജനങ്ങൾ പറയുന്നത്? ഗോപി, ഇന്നലെ രാത്രി മുതൽ തന്നെയാണ് ആളിയാറിൽ വെള്ളം കൂടുതൽ തുറന്നു വിട്ടിട്ടുള്ളത്. ഞാൻ നിൽക്കുന്നത് പാലക്കാട് നഗരത്തിനോട് ചേർന്നിട്ടുള്ള തിരുനെല്ലായി പാലത്തിലാണ്. നമുക്കിവിടെ കാണാം, ഈ പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴുകി പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാരണം അത്രയേറെ കുത്തൊഴുക്ക്, നീരൊഴുക്ക് ഈ മേഖലയിൽ ഈ ഡാം തുറന്നു വിട്ടത് മൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തമിഴ്നാട് ഇക്കാര്യം ഇന്നലെ രാത്രി തന്നെ ഇവിടുത്തെ റവന്യൂ അധികൃതരെ അറിയിച്ചു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ADM-മായി ആദ്യം കളക്ടറെയാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിരുന്നത്, പക്ഷേ അവർ കിട്ടിയിരുന്നില്ല. ADM-നോട് സംസാരിച്ചപ്പോൾ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത് അങ്ങനെ ഒരു അറിയിപ്പില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ, പ്രാദേശിക ജനപ്രതിനിധികൾ കൂടി ചേരുന്നുണ്ട്. ഈ സംഭവം ഇങ്ങനെ വെള്ളം തുറന്നു വിട്ടവരെ നിങ്ങൾ അറിഞ്ഞിരുന്നു? ഞങ്ങൾക്ക് ഒരു വിവരവുമില്ല. ഞാൻ രാവിലെ വില്ലേജ് ഓഫീസിൽ പോയപ്പോഴാണ് ഇവിടുത്തെ ജനങ്ങൾ വിളിക്കുന്നുണ്ട്. ഇവിടെ ആകെ ബഹളമാണ്, ഈ ചണ്ടിമുഴുക്ക് ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്, പെട്ടെന്ന് ഒരു സംവിധാനം ചെയ്തു. ഞാൻ അപ്പോൾ തന്നെ തഹസിൽദാരെ കോൺടാക്ട് ചെയ്തു. തഹസിൽദാർ ഇവിടെ എത്തിയിട്ടുണ്ട്, വില്ലേജ് ഓഫീസർ എത്തിയിട്ടുണ്ട്. ഇതിന് മുനിസിപ്പാലിറ്റിയിലൊന്നും ഫണ്ടില്ല, പഞ്ചായത്തിലും ഇല്ല. കഴിഞ്ഞ തവണ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടിയിട്ടാണ് ഒരു മാസം മുമ്പ് ചെയ്തത്. പെട്ടെന്ന് ഇങ്ങനെ വെള്ളം ഉയരുമ്പോൾ ഇതിന്റെ തീരത്ത് മുന്നറിയിപ്പും ഇല്ല. വില്ലേജിൽ നിന്നോ എവിടുന്നെങ്കിലും ഒരു മുന്നറിയിപ്പ് തരൽ പതിവുണ്ട്. ഇതൊന്നും തരാതെ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞപ്പോൾ ജനവാസ കേന്ദ്രമാണ്, അതൊക്കെ മുകളിൽ കയറി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. അതിന് മുന്നൊരുക്കം ചെയ്യേണ്ടത് സർക്കാരാണ്. അത് ദുരന്ത നിവാരണ സമിതി അതിന് ഇടപെട്ടാലേ കഴിയുള്ളൂ. തഹസിൽദാർ ഇവിടെ എത്തിയിട്ടുണ്ട്, പുള്ളി എല്ലാവരും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ജീവഹാനി ഉൾപ്പെടെയുള്ള മരണങ്ങളൊക്കെ. പ്രസാദ്, ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വിശദമായി തന്നെ ഇതിലേക്ക് വരാം. കാരണം അങ്ങനെ ജനപ്രതിനിധികൾ വരെ പറയുന്നത്
അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഗുരുതരമായ വീഴ്ച തന്നെയായിരിക്കണം സംഭവിച്ചിട്ടുള്ളത്. വിശദമായി തന്നെ വരാം പ്രസാദ്, ഇടവേളയ്ക്ക് ശേഷം.